നമുക്ക് നാട്ടുകൂട്ടത്തിൻ്റെ തീരുമാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രഥമദൃഷ്ട്യാ കുറ്റം ചെയ്തതായി തോന്നിയ ആളെ തലമുണ്ടനം ചെയ്ത് മുള്ളികുത്തി മുക്കാൽ കെട്ടിത്തള്ളി കഴുതപ്പുറത്ത് കയറ്റി നാട്ടിലൂടെ നടത്തണമെന്നാണ് നാട്ടുകൂട്ടത്തിൻ്റെ തീരുമാനം. ഇതും നമുക്കറിയാവുന്ന പോലെ പ്രിയദർശൻ സിനിമയായ തേന്മാവിൻ കുപ്പത്തിലേതാണ്. ഇനി നമുക്ക് പീലാത്തോസിൻ്റെ കാര്യമെടുക്കാം. യേശു ക്രിസ്തുവിൽ കുറ്റമൊന്നും കാണുന്നില്ലെങ്കിലും ജനങ്ങൾ അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസിന് ആൾക്കൂട്ടത്തിനൊപ്പം നിൽക്കാതെ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. അതുപോലെ മറ്റൊരു കാര്യം നമുക്കറിയാം. ആദിവാസി യുവാവായ മധുവിനെ ആൾക്കൂട്ടം ജനവിചാരണ നടത്തി മരണത്തിലേക്ക് തള്ളിവിട്ടതും നമ്മുടെ മുമ്പിലുണ്ട്. ഇനി നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ചാനലുകളിൽ ശരിയായ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ സതുദ്ദേശത്തോടെയുള്ള ചർച്ചകളാണ് വേണ്ടത്. എന്നാൽ ദുരുദ്ദേശത്തോടെയുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കെട്ടിച്ചമച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ചർച്ചകൾ പാടില്ല. ഇത് അഴിമതി കേസുകളിലായാലും മാനഭംഗ കേസുകളിലായാലും ഇപ്പോൾ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകളായാലും അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. കാരണം നമുക്കറിയാവുന്ന പോലെ ഏത് കള്ളവും ആവർത്തിച്ച് പറഞ്ഞാൽ കുറച്ചു പേരെങ്കിലും അത് സത്യമാണെന്ന് വിശ്വസിച്ചു പോകും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര കണ്ടൊരു സാമൂഹ്യ വിരുദ്ധനാണോ? പുറത്തു വരുന്ന അവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. കാരണം ആരും അദ്ദേഹത്തിൽ നിന്ന് വളരെ മോശമായ പെരുമാറ്റം ഉണ്ടായതായി പോലീസിലോ മറ്റെങ്ങുമോ പറഞ്ഞിട്ടില്ല. ശ്രീ രാഹുൽ ഈശ്വർ പറയും പോലെ അദ്ദേഹം കുറേയധികം പഞ്ചാരയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോഴും ഒരു ഫോമൽ കംപ്ലൈൻറ്റ് ആരും കൊടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത്ര സീരിയസ് ആയ ഒരു ഒഫൻസ് ഇവിടെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പായും ഇനി മുതൽ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ടതാണ്. ആവശ്യമില്ലാതെ പേരുദോഷം ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഒരു FIR-ഓ കേസോ നിലവില്ലാത്ത സാഹചര്യത്തിൽ അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി സസ്പെൻഷൻ പോലുള്ള കടുത്ത നടപടി ഒഴിവാക്കി കടുത്ത ശാസനയോ താക്കീതോ ഒക്കെ നൽകി അദ്ദേഹത്തിന് തിരുത്താൻ ഒരവസരം കൊടുക്കുന്നത് നല്ലതായിരിക്കും. രാഹുലിന് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ നേതാക്കളോട് അവർക്കും പാർട്ടിക്കും ഉണ്ടായ ചീത്തപ്പേരിൽ ഖേദം പ്രകടിപ്പിക്കാം, മാപ്പ് പറയാം, കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കും എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യാം. കാരണം ഞാൻ പറയും, ഞാൻ ഉൾപ്പെടെയുള്ള ആരും അത്ര പരിശുദ്ധരല്ല. അതുപോലെ ഇതേപോലുള്ള സമീപനം എല്ലാ കേസിലും ആവശ്യമാണ്. അത് CPM-യുമായി ബന്ധപ്പെട്ടതാണെങ്കിലും BJP-യുമായി ബന്ധപ്പെട്ടതാണെങ്കിലും നമ്മൾ ഇതേ നിലപാട് തന്നെയാണ് എടുക്കേണ്ടത്. ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ശ്രീമതി സ്വപ്ന സുരേഷ് പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കാമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഇത്തരം ആരോപണം ഉന്നയിക്കാനും കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം പുറത്തു വന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം സൗഹൃദത്തിൽ ഊന്നിയുള്ള ബന്ധങ്ങൾ മാത്രമായിരുന്നു. അതല്ലാതെ മറ്റൊരു സീരിയസ് ക്രൈമിനെ പറ്റി ആരും പറയുന്നില്ല. ഇതോടൊപ്പം തന്നെ പരിഹരിക്കപ്പെടേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ സമര രീതികൾ. വാഹനം തടയുകയും കരിങ്കൊടി കാണിക്കുകയും അത് ക്ലിഫ് ഹൗസിലേക്കായാലും കന്റോൺമെന്റ് ഹൗസിലേക്കോ ആയാലും ഒക്കെയുള്ള ഈ മാർച്ചുകൾ നമ്മുടെ ഈ പരിഷ്കൃത സമൂഹത്തിൽ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. നമുക്ക് എന്തുകൊണ്ട് എല്ലാ ജില്ലാസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ തലസ്ഥാനത്തും സമര സ്ക്വയറുകൾ ഉണ്ടാക്കിക്കൂടാ? അത് സെക്രട്ടറിയുടെ മുമ്പിലൊന്നും അല്ല വേണ്ടത്, ഒരു പ്രത്യേക സ്ഥലത്ത് നമുക്ക് അതിനുവേണ്ടി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രതിഷേധിക്കുന്നവർക്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ സമര സ്ക്വയറിൽ സമരം നടത്താം. മീഡിയ അത് റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളിൽ എത്തിക്കണ്ടേ. സമരം നമുക്കറിയാവുന്ന പോലെ ഒരിക്കലും കായികമാകാൻ പാടില്ല, അത് ആശയപരമായിരിക്കണം. നമ്മൾ ഓർക്കുക, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ആ തത്വമാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലെ സമാധാനമായ കേസുകളിൽ നമ്മൾ പാലിക്കേണ്ടത്. പിന്നെ ഓർക്കുക,
ഇവിടെ ഒന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും എല്ലാവരിലുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളുക. താങ്ക് യു.